ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ വിവാദത്തിൽ മലയാള സിനിമാ മേഖല ഒന്നടങ്കം സമരത്തിന് ഒരുങ്ങുകയാണ്. സെൻസർ ബോർഡിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച സമരം നടത്തും. ഫെഫ്കയുടെ സമരത്തിൽ അമ്മ പ്രതിനിധികളും നിർമ്മാതാക്കളും പങ്കാളികളാകും. കോടതി തീരുമാനിക്കട്ടെ എന്ന മട്ടിൽ സെൻസർ ബോർഡ് കൈ കഴുകുന്നുവെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയെ ചൊല്ലി വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉരുത്തിരിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫെഫ്കയുടെ ഒരു നിലപാട് കൂടി വന്നിരിക്കുന്നത്. സൈഫുന്നീസ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സൈഫുന്നീസ, എന്താണ് ഇക്കാര്യത്തിൽ ഫെഫ്ക പറയുന്നത്? അതുപോലെ തന്നെ സെൻസർ ബോർഡിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. സ്വാതി, തീർച്ചയായും തിങ്കളാഴ്ച സെൻസർ ബോർഡ് ഓഫീസിന് മുൻപിൽ, തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിന് മുമ്പിൽ സമരം നടത്താൻ ആദ്യം തീരുമാനിച്ചത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ്. ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും വാർത്താ സമ്മേളനം നടത്തി സമരത്തിൽ പങ്കുചേരുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. മലയാള സിനിമയിലെ മുഴുവൻ സിനിമാ സംഘടനകളും ഈ സമരത്തിൽ പങ്കാളികളാകും. ഒപ്പം തന്നെ ടെലിവിഷൻ മേഖലയിലുള്ളവരും ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്ക് സെൻസറിംഗ് നൽകാത്തത് മാത്രമല്ല ഇതിലെ വിഷയം, മൊത്തം സിനിമാ മേഖലയുടെ നിലനിൽപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. നേരത്തെ MB പത്മകുമാറിന്റെ സിനിമയ്ക്കും ഒക്കെ ഈ രീതിയിലുള്ള സമാന അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അനുഭവങ്ങൾ ഇനി വരുന്ന സംവിധായകർക്കെങ്കിലും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ എല്ലാ സിനിമാ സംഘടനകളും തീരുമാനിച്ചതെന്നാണ് ഫെഫ്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ, CBFCയിലെ ഉദ്യോഗസ്ഥർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ്. കൃത്യമായ കാരണം വ്യക്തമാക്കുന്നില്ല. ഇന്നെന്തായാലും കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ തീരുമാനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സിനിമ പുറത്തിറക്കുക എന്നുള്ളതിൽ ഇപ്പോൾ സംവിധായകൻ ആലോചിക്കുന്നില്ല. പക്ഷേ നിർമ്മാതാക്കൾക്ക് ഒരുപാട് രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദം സംവിധായകന് മേൽ ഇപ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമരത്തിലേക്ക് പോകാൻ സംഘടനകൾ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ മുംബൈയിൽ CBFCയുടെ റിവൈസ് കമ്മിറ്റി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കണ്ടിരുന്നു. എന്നിട്ട് റിവൈസ് കമ്മിറ്റിയും സിനിമയുടെ പേര് മാറ്റണം, കഥാപാത്രത്തിന്റെ പേര് മാറ്റണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിക്കാനാകില്ല. ഇപ്പോൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ ഇതിലും ഗൗരവമായ പ്രശ്നങ്ങൾ വരും എന്നാണ് ഫെഫ്കയുടെ തന്നെ ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് കൂടിയായ രഞ്ജി പണിക്കരും ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമാ സംഘടനകൾ മുഴുവൻ ഈ വിഷയത്തിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്കും സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനും ഒപ്പം അണിനിരക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാതി, അതുതന്നെയാണ് സൈഫുന്നീസ. ഈ ഒരു സിനിമയ്ക്കെതിരെ വലിയ തരത്തിലുള്ള വിവാദം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫെഫ്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ വിവാദത്തിൽ മലയാള സിനിമാ മേഖല ഒന്നടങ്കം സമരത്തിന് ഒരുങ്ങുകയാണ്. അതിൽ ഫെഫ്കയുടെ സമരത്തിൽ അമ്മ പ്രതിനിധികളും നിർമ്മാതാക്കളും പങ്കാളികളാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്.